ഹാംസ്റ്റർ കോമ്പാറ്റ് കളിക്കുന്ന എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് എയർ ഡ്രോപ്പ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. സെപ്റ്റംബർ 26-ാം തീയതി എയർ ഡ്രോപ്പ് വരും. നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ എയർ ഡ്രോപ്പ് സെക്ഷനിൽ എയർ ഡ്രോപ്പ് അലോക്കേഷൻ പോയിന്റ്സ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ആക്ടിവിറ്റിയും എയർ ഡ്രോപ്പ് പോയിന്റ് ആയിട്ട് കൺവേർട്ട് ആകുമെന്നാണ് ഇവർ പറയുന്നത്. അവർ പറയുന്ന ആ ആക്ടിവിറ്റികൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തേത് പാസീവ് ഇൻകം ആണ്. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് പെർ അവർ, അതിനെയാണ് ഇവിടെ ഇവർ പാസീവ് ഇൻകം ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ മാക്സിമം കൂട്ടുക. നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനായി നമ്മുടെ കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്യുക. അതുവഴി നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ കൂടും. പിന്നെ ഇപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് കോയിൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കോയിൻസിന്റെ ബുദ്ധിമുട്ട് വരുന്നില്ല. അൺലിമിറ്റഡ് കോയിൻസ് എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ എന്റെ ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. രണ്ടാമത്തേത് ഏൺ ടാസ്ക് ആണ്. അവര് ടാസ്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഏൺ സെക്ഷനിൽ വരുന്ന സമയത്ത് യൂട്യൂബ് വീഡിയോസ് കാണുക, അതേപോലെ ഡെയിലി റിവാർഡ്, അവരുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, അവരുടെ ടെലിഗ്രാം ഫോളോ ചെയ്യുക, ഇതൊക്കെയാണ് അവർ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടാസ്ക് എല്ലാം ഫിനിഷ് ചെയ്ത് കോയിൻസ് ഏൺ ചെയ്യുക. അതുപോലെ ഡെയിലി സൈഫർ കോഡ്, ഡെയിലി കോംബോ കാർഡ്സ് ഇതെല്ലാം ഉൾപ്പെടും. മൂന്നാമത്തത് ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഇതിലേക്ക് ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്യിപ്പിച്ചത് വഴി എത്ര കോയിൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ നോക്കുന്നത്. സോ അതുകൊണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്ക് ഇതിൽ വേണം. നാലാമത്തത് അച്ചീവ്മെന്റ്സ് ആണ്. അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, കണ്ട് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ അച്ചീവ്മെന്റ്സ് കാണാനായി ഹോം പേജിൽ വരിക. അവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ പേര് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് പോകും. അവിടെ നമ്മുടെ അച്ചീവ്മെന്റ്സ് ഫുള്ള് ഏതൊക്കെ ഫിനിഷ് ആയിട്ടുണ്ടെന്ന് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ അച്ചീവ്മെന്റും നമ്മൾ മാക്സിമം ഫിനിഷ് ആക്കാൻ നോക്കുക. അടുത്തതായി അഞ്ചാമത്തെ ക്രൈറ്റീരിയ ആണ് ടെലിഗ്രാം സബ്സ്ക്രിപ്ഷൻ. അതായത് ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ ടെലിഗ്രാം ചാനൽ നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ ആറാമത്തതും അവസാനത്തെ ക്രൈറ്റീരിയ ആണ് കീസ്. ഈ ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ ഗോൾഡൻ കീ നമ്മൾ മാക്സിമം കളക്ട് ചെയ്യുക. ഈ കീ എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ അസറ്റ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് കീ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഡെയിലി നമുക്ക് മിനി ഗെയിം വഴി ഒരു കീ കിട്ടും. അതുപോലെ ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ ഗെയിംസ് വഴിയും നമുക്ക് ഓരോ ഗെയിമിൽ നിന്നും 4 കീ വെച്ച് ഡെയിലി കിട്ടും. ഇപ്പോൾ 9 ഗെയിം അവൈലബിൾ ആണ്. ഓരോ ദിവസവും ഈ ഗെയിം വഴി 36 കീ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഈ 6 കാര്യങ്ങളാണ് നമ്മുടെ ഈ എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ക്രിപ്റ്റോ വാലറ്റുമായി കണക്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുക. പിന്നെ എക്സ്ചേഞ്ച് ചെയ്ത് വിഡ്രാവൽ ചെയ്യാൻ വേണ്ടി OKX ഏർലി ബേഡ്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുക. ഈ വാലറ്റ് കണക്ഷന്റെ ഓരയായിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ രജിസ്റ്റർ ചെയ്യാനുള്ള ഏരിയ വരും. അവിടെ രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. കാരണം ഈ ആപ്ലിക്കേഷനിൽ മാത്രമാണ് ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ഉള്ളത്. അതിനാൽ ലിസ്റ്റിംഗ് വരുന്ന സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുള്ളവർ ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുക.